നമ്മുടെ ഭരണഘടന സ്ഥാപിതമായതിൻ്റെ 75-ാം വാർഷികമാണ്. കഴിഞ്ഞു ഇന്നത്തോട് കഴിഞ്ഞു. നമ്മൾ 76-ലേക്ക് പോകും. പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഓർമ്മിക്കപ്പെടേണ്ടത്, ചർച്ച ചെയ്യപ്പെടേണ്ടത് അംബേദ്കറെ കുറിച്ചല്ലേ? അതെ, തീർച്ചയായിട്ടും അംബേദ്കറെ കുറിച്ചാണ്. നമുക്ക് അംബേദ്കറെ കുറിച്ചും ഭരണഘടനയെക്കുറിച്ചും ഒന്ന് സംസാരിച്ചു. അതെ, അത് ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഭരണഘടന നിലവിൽ വന്ന ദിവസം അദ്ദേഹം പാർലമെൻറ്റിൽ നടത്തിയ പ്രസംഗത്തിൽ 3 കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. ഒന്ന്, ശക്തവും അഖണ്ഡവുമായ കേന്ദ്രം വേണം. സ്ട്രോങ് ആയിട്ടുള്ള സെൻറ്റർ, വളരെ സ്ട്രോങ്. ആൻഡ് എന്താ വെച്ചാൽ ഇത് സ്ട്രോങ് ആൻഡ് യുണൈറ്റഡ് സെൻറ്റർ, ഇതാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ആ യുണൈറ്റഡ് എന്നുള്ളതിനെ ഞാൻ അഖണ്ഡം എന്നാക്കിയത്. സ്ട്രോങ് ആൻഡ് യുണൈറ്റഡ് സെൻറ്റർ വേണം. മറ്റ് സ്ഥലങ്ങളിലെ പോലെയുള്ളൊരു ഫെഡറലിസം അല്ല ഇത്. അതെ അതെ, സെൻട്രിക് ആയിട്ടുള്ളതാണ്. ഇവിടെ ചിലർ ഇന്ത്യ ഫെഡറൽ സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ. അല്ല, അതങ്ങനെ പലതും പറയും. അത് അവർക്ക് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? വിവരമില്ലെങ്കിൽ ഈ വിവരക്കേടിന്, അതായത് അറിവിന് അതിരുമുണ്ട് എതിരുമുണ്ട്. അറിവില്ലായ്മയ്ക്ക് ഇത് രണ്ടുമില്ല. അതുകൊണ്ട് കുന്തവും കുന്തവും ഇല്ലാത്തതാണ്. അതുകൊണ്ട് അത് വിട്ട് കളഞ്ഞേക്കണം. രണ്ടാമത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഭരണഘടനയിൽ ദർ ഈസ് നോ സ്പേസ് ഫോർ ബ്ലഡി റെവല്യൂഷൻ. രക്തരൂഷിതമായ ഒരു വിപ്ലവങ്ങൾക്ക് സ്ഥാനമില്ല, ഈ ഭരണഘടനയിൽ സ്ഥാനമില്ല. മൂന്നാമത് പറഞ്ഞ കാര്യം, എത്ര ആകർഷകമായ വ്യക്തിത്വം ഉണ്ടെങ്കിലും അതിനു മുന്നിൽ യുക്തിരഹിതമായി കീഴടങ്ങുന്നൊരു സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. അത് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നില്ല. കാരണം ആരെയും എന്തിനേയും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ ഭരണഘടനക്ക് ഉണ്ട്. ഞാനുദാഹരണം പറയട്ടെ, മൂക്കും മുടിയും നോക്കി വോട്ട് ചെയ്യരുത്. വളരെ കൃത്യമാണത് അല്ലേ? സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതാണ്. അപ്പോൾ ഈ ഭരണഘടനയ്ക്കും പ്രത്യേകതയുണ്ട്. അത് 395 ആർട്ടിക്കിൾസ്, ആദ്യം 22 ഭാഗങ്ങൾ, 8 പട്ടികകൾ, 1,00,000-ലേറെ വാക്കുകൾ, 231 പേജ്. ഇതാണ് ഈ ഭരണഘടനയുടെ ഒരു ആകത്തുക എന്ന് പറയുന്നത്. ആ ഭരണഘടന വന്നു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഇദ്ദേഹം ഇതിനകത്ത് ഏറ്റവും വലിയ ന്യൂനതയായി പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഭരണഘടനയിൽ പിന്നാക്ക ജനവിഭാഗങ്ങളുടെയും ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെയും അവകാശ പരിരക്ഷയ്ക്ക് ആവശ്യമായ സംവിധാനങ്ങളില്ല. അത് കേന്ദ്ര സർക്കാരിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ഇതിനു വേണ്ടി ഭരണഘടനാ അനുസൃതമായ കമ്മീഷൻ ഉണ്ടാക്കിയിട്ട് ആ കമ്മീഷൻ്റെ ശുപാർശ നടപ്പിലാക്കുകയോ നടപ്പിലാക്കാതിരിക്കുകയോ ചെയ്യാവുന്ന ഒരു വ്യവസ്ഥ ഇതിലുണ്ട്. അത് വലിയ അപകടം പിടിച്ച ഒന്നാണ്. ഒരു കാര്യം ചോദിക്കട്ടെ, ഞാനൊരു പൊളിറ്റിക്കൽ വിദ്യാർത്ഥി എന്നല്ലേ ചോദിക്കുകയാണ്. അംബേദ്കർ ആയിരുന്നല്ലോ ഈ ഡ്രാഫ്റ്റ് കമ്മിറ്റിയിൽ വലിയ സ്വാധീനം ചെലുത്തിയാണ്. അദ്ദേഹം തന്നെ ഈ പിന്നാക്ക പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിൻ്റെ പ്രതിനിധിയായിരുന്നു. അതുകൊണ്ട് ഇന്ത്യയിലെ ദളിതുകളും പിന്നാക്കക്കാരും ഒക്കെ അംബേദ്കറെ വലിയ പ്രതീക്ഷയോടെ കണ്ടു. അദ്ദേഹത്തിന് നിർണായക സ്വാധീനം ഉണ്ടായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ടാണ് അവരെ സംരക്ഷിക്കാനുള്ള വ്യവസ്ഥകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താതെ പോയത്? വോട്ടെടുപ്പാണ്. ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലിയുടെ പ്രൊസീഡിങ്സ് വായിച്ചറിയാൻ പറ്റും. ഓരോ വാക്കിനെ കുറിച്ചും ചർച്ച നടന്നിട്ടുണ്ട്. അതെ, കുത്തും കോമയും വരെ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നിട്ട് തീരുമാനം ബൈ മെജോറിറ്റിയാണ്. അപ്പോൾ ഇതെല്ലാം വന്നിരിക്കും. അംബേദ്കർ അപ്പോൾ പലപ്പോഴും തോറ്റുപോയിട്ടുണ്ട്. അംബേദ്കർ ഒരുപാട് പ്രാവശ്യം അതിനകത്ത് തോറ്റുപോയിട്ടുണ്ട്. അംബേദ്കർ ഒരുപാട് പ്രാവശ്യം ഈ ഭരണഘടനയിൽ തോറ്റുപോയിട്ടുണ്ട്. പാർലമെന്റിലും തോറ്റുപോയി, നെഹ്റുവിൻ്റെ മന്ത്രിസഭയിലും തോറ്റുപോയി, ഇലക്ഷനിലും തോറ്റുപോയി, തോൽപ്പിച്ചു. അംബേദ്കറെ മാത്രമല്ലല്ലോ അന്ന് എടുത്തത്. സ്വതന്ത്ര പാർട്ടിക്കാരനായ ഷൺമുഖൻ ചെട്ടിയെ എടുത്തില്ലേ, മന്ത്രിസഭയിൽ എടുത്തില്ലേ? അദ്ദേഹം സ്വതന്ത്ര പാർട്ടിക്കാരനായിരുന്നു, ജസ്റ്റിസ് പാർട്ടിക്കാരനായിരുന്നു. സ്വതന്ത്രമല്ല, ജസ്റ്റിസ് പാർട്ടിക്കാരനായിരുന്നു. കാര്യമായ വലിയ അധികാരമൊന്നുമില്ലായിരുന്ന നിയമവകുപ്പാണ് അംബേദ്കർ കൊടുത്തത്. അംബേദ്കർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. രാജിവെച്ചതിന് ശേഷം പാർലമെൻറ്റിൽ നടത്തിയ പ്രസ്താവനയിൽ അതിൽ ഏറ്റവും ഗുരുതരമായി അംബേദ്കർ ഉന്നയിക്കുന്ന നെഹ്റുവിനെതിരെയുള്ള ആരോപണം എന്താണെന്ന് വെച്ചാൽ, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി
അങ്ങയുടെ ഊർജവും സമയവും ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്നത് മുസ്ലിങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ഷെഡ്യൂൾ കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബും ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിനും ഇല്ലാതിനേക്കാൾ വലിയ കുഴപ്പം അല്ലെങ്കിൽ വലിയ താഴ്ന്ന ഒരവസ്ഥ എന്താണ് അവർക്കുള്ളത്? മുസ്ലിങ്ങൾക്കുണ്ടോ? എനിക്ക് സംശയമാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് മുസ്ലിം അപ്പീസ്മെൻറ്റ് നെഹ്റുവിൻ്റെ ആദ്യമായി പാർലമെൻറ്റ് റെക്കോർഡിൽ വരുന്നത് അംബേദ്കറുടെ ഈ പ്രസംഗത്തിലാണ്. ഇത് മുസ്ലിം അപ്പീസ്മെൻ്റാണ് എന്ന് പറയുന്നു. ഈ ആരോപണം അന്നാണ് വരുന്നത്. രണ്ടാമത് ചോദിക്കുന്നുണ്ട്, നെഹ്റു അങ്ങ് ഏറ്റവും കൂടുതൽ കൺസേൺഡ് ആവുന്ന കാശ്മീരിനെ കുറിച്ചാണ്. അതിലും പരിതാപകരമാണല്ലോ ബംഗാളിൻ്റെ അവസ്ഥ. അങ്ങ് എന്തുകൊണ്ട് ബംഗാളിനെ കുറിച്ച് നിശബ്ദത പാലിക്കുന്നു? പിന്നെ അങ്ങനെ ചോദിക്കുന്ന ഒരാളെ ആ മന്ത്രിസഭയിൽ നെഹ്റു ഇരുത്തുമോ? പിന്നെ നെഹ്റു ചെയ്തൊരു ക്രൂരത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അംബേദ്കറെ തോൽപ്പിക്കുന്ന ഒരു പാൽ കച്ചവടക്കാരനാണ്, ബട്ടർ സെല്ലർ എന്നാണ് പറയണത്. ശരിക്കും അയാൾ ക്ഷീര കർഷകനാണ്, പാലുൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരാളാണ് അംബേദ്കറെ തോൽപ്പിക്കുന്നത്. അദ്ദേഹം അംബേദ്കറുടെ ശിങ്കിടിയായിട്ട് നിന്ന ഒരാളുമാണ്. അയാളെ വെച്ചിട്ട് തോൽപ്പിക്കുകയാണ്. കാരണം അംബേദ്കറെ പോലെയുള്ള, അതിനകത്ത് അംബേദ്കർ പറയുന്നുണ്ട്, ഞാൻ കോൺഗ്രസ്സിൽ ചേർന്നിരുന്നു എങ്കിൽ എനിക്ക് കോൺഗ്രസിൻ്റെ ഉന്നത പദവികൾ ലഭിക്കുമായിരുന്നു എന്ന കാര്യം അങ്ങ് മറക്കരുത്. പക്ഷേ എനിക്കതിനേക്കാൾ താല്പര്യം ഞാൻ ഉൾപ്പെടുന്ന ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും അവർക്ക് മനുഷ്യരായി ജീവിക്കാനുള്ള അവകാശം സംരക്ഷിക്കലുമായിരുന്നു. ഇത് ഈ ചരിത്രം ഇപ്പോഴാണ് സത്യത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിയുന്നത്. ഇപ്പോഴാണ്. അതെ. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നെഹ്റുവിനെ അവതരിപ്പിച്ചിരുന്ന ആരായിട്ടാണ്? ഗാന്ധിയുടെ അരുമ ശിഷ്യനും രാഷ്ട്രശില്പി, ഗാന്ധിയുടെ അരുമ ശിഷ്യൻ. ഗാന്ധിക്ക് ഇതുപോലെ വേറൊരു ശിഷ്യനുണ്ടായ. ഇതുപോലെ കളവ് കുട്ടികളെ പഠിപ്പിച്ച ചരിത്രകാരന്മാർക്ക് എന്ത് ശിക്ഷയുണ്ടെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്താ കാര്യമെന്നറിയാമോ? 1927 റഷ്യയുടെ സോവിയറ്റ് വിപ്ലവത്തിൻ്റെ 10ാം വാർഷിക ആഘോഷത്തിൽ പങ്കെടുത്ത് തിരിച്ചു വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മഹാത്മാഗാന്ധിക്ക് കത്തെഴുതി, എനിക്ക് അങ്ങ് പറയുന്ന അഹിംസയിൽ വിശ്വാസമില്ല, അങ്ങ് പറയുന്ന ഹിന്ദു മുസ്ലിം മൈത്രിയിൽ എനിക്ക് വിശ്വാസമില്ല, അങ്ങ് കരുതുന്നത് പോലെ ചർക്ക തിരിച്ചുകൊണ്ടിരുന്നാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, സ്ത്രീ ശാക്തീകരണത്തിലും ഗ്രാമീണ തൊഴിൽ സംരംഭങ്ങളിലും എനിക്ക് വിശ്വാസമില്ല. ഞാൻ വിശ്വസിക്കുന്നത് സോഷ്യലിസത്തിലും സെക്കുലറിസത്തിലുമാണ്. അത് രണ്ടും നടപ്പിലായി കഴിഞ്ഞാൽ അങ്ങ് ഉദ്ദേശിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ അപ്രസക്തമാണ്. ഈ കത്ത് കോട്ട് ചെയ്തിട്ടുള്ളത് ഗാന്ധി ദ ഇയേഴ്സ് ദാറ്റ് ചേഞ്ച്ഡ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ രാമചന്ദ്ര ഗുഹയാണ്. രാമചന്ദ്ര ഗുഹ നെഹ്റുവിൻ്റെ ആരാധകനാണെന്നുള്ള ഒരു തർക്കമില്ലല്ലോ. നെഹ്റുവിനെ വൈറ്റ് വാഷ് ചെയ്തിട്ടുള്ള ആളാണ്. ആ വൈറ്റ് വാഷ് ചെയ്തിട്ടുള്ള ആളാണ് ഈ കത്ത് കോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗാന്ധി അതിനൊരു മറുപടി എഴുതി, എനിക്ക് ഒരു സുഹൃത്തിനെയും സഖാവിനെയും എന്നേക്കുമായി നഷ്ടപ്പെട്ടിരിക്കുന്നു, അതിലെനിക്ക് ദുഃഖമുണ്ട്. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ സുനിലെ, അഹിംസയിൽ വിശ്വാസമില്ലാത്ത ഒരാളെ എങ്ങനെയാണ് ഗാന്ധി ശിഷ്യനെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുക? വേറെ നിങ്ങൾ എന്തു വേണമെങ്കിലും പറഞ്ഞോളൂ, അഹിംസ എനിക്ക് ജീവശ്വാസമാണ് എന്ന് ഗാന്ധി പറയുന്നു. എനിക്ക് അഹിംസയിൽ വിശ്വാസമില്ല. നെഹ്റു അഹിംസയിൽ വിശ്വാസമില്ലാത്ത നെഹ്റുവിനെ ഗാന്ധിയുടെ വിനീത ശിഷ്യനും അരുമ ശിഷ്യനും അനുയായിയുമായി കുട്ടികളുടെ മുന്നിൽ അവതരിപ്പിച്ച ചരിത്രകാരന്മാർ ശിക്ഷാർഹരല്ലേ? തീർച്ചയായും. അല്ല, നമ്മൾ അവരാരും അംബേദ്കറെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇനി ആ സമയത്ത് ഗാന്ധി 1930 പൂന പാക്ട്
പൂന പാക്റ്റിൻ്റെ സമയത്ത് വളരെ വിട്രിയോളിക് ലാംഗ്വേജ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഭാഷയിലാണ് ഗാന്ധിക്കെതിരെ അംബേദ്കർ എഴുതിയത്. അപ്പോൾ ഗാന്ധി അതിന് പറഞ്ഞ മറുപടി എന്താ? അംബേദ്കർ ഈസ് ബിറ്റർ, ഹി ഹാസ് എവരി റീസൺ ടു ബി സോ. കാരണം അത്രയേറെ സഹിച്ചിട്ടുണ്ട്. അതെ അതെ. ജാതിയുടെ പേരിൽ ഇത്രയേറെ അവഹേളനം സഹിക്കുകയും മനസ്സിൽ ആഴത്തിൽ മുറിവേൽക്കുകയും ചെയ്ത ഒരു മനുഷ്യനോട് കാണിക്കേണ്ട പരിഗണന ഗാന്ധി കാണിച്ചതുകൊണ്ടാണ് അംബേദ്കർ മന്ത്രിസഭയിലെത്തി. അല്ലെങ്കിൽ വരില്ല. നെഹ്റു എതിരായിരുന്നു. നെഹ്റു ഇദ്ദേഹത്തിന് മാത്രമല്ല, ബുദ്ധിയുള്ള എല്ലാവർക്കും എതിരായിരുന്നു. സുഭാഷ് ചന്ദ്രബോസിനെതിരായിരുന്നു, പട്ടേലിനെതിരായിരുന്നു, സർദാർ പട്ടേലിനെതിരായിരുന്നു, മറ്റേ രാജേന്ദ്ര പ്രസാദിന് എതിരായിരുന്നു, KM മുൻഷിക്ക് എതിരായിരുന്നു, സവർക്കർക്ക് എതിരായിരുന്നു, ജയപ്രകാശ് നാരായണന് എതിരായിരുന്നു. ഇവർക്കെല്ലാം പ്രത്യേകത, ഇവരെല്ലാം വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, വലിയ പണ്ഡിതന്മാരാണ്, വലിയ എഴുത്തുകാരുമാണ്. അതെ. അല്ല, അംബേദ്കർ സ്വർണ്ണ മെഡൽ നേടിയ ആളാണ്. അത് മാത്രമോ, അമേരിക്കയിൽ നിന്നും ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്നും 2 സ്ഥലത്ത് നിന്നും പോസ്റ്റ് ഗ്രാജുവേഷനും 2 സ്ഥലത്ത് നിന്നും PhD, ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് ഇക്കണോമിക്സിൽ PhDയും അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലോയിൽ PhDയും നേടിയിട്ടുള്ളൊരു മനുഷ്യൻ. ആ മനുഷ്യൻ്റെ കഴിവ് ഉപയോഗിക്കുന്നതിന് പകരം അദ്ദേഹത്തെ ഇടിച്ചു താഴ്ത്തി വെക്കുന്നതിനാണ് നെഹ്റു ശ്രമിച്ചത് മന്ത്രിസഭയിൽ. അംബേദ്കർ പറയുന്നുണ്ട്, തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് മന്ത്രിസഭയുടെ സബ് കമ്മിറ്റിയാണ്. ആ സബ് കമ്മിറ്റിയിൽ എനിക്കൊരു സ്ഥാനവും അങ്ങ് തന്നിട്ടില്ല. എൻ്റെ വിദ്യാഭ്യാസത്തെയെങ്കിലും അങ്ങ് മാനിക്കേണ്ടതായിരുന്നു. നെഹ്റുവിൻ്റെ പ്രശ്നം അതായിരുന്നു. നെഹ്റുവിന് വിദ്യാഭ്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഹ്റു കാശ് കൊടുത്ത് മേടിച്ചതല്ലേ. അതെ, അവിടെ ചെന്നപ്പോൾ വലിയ നല്ല കുടുംബത്തിൽപ്പെട്ടവർക്ക് അല്ല, അവിടെ പാസ് കൊടുക്കുന്ന പോലെ അല്ലല്ല. ഇപ്പോഴും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലും വെസ്റ്റേൺ യൂണിവേഴ്സിറ്റികളിലും എല്ലാം കാശ് കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ തരും. പക്ഷെ ഒറ്റ കണ്ടീഷനിൽ അവിടെ അവരത് ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല. ഈ ഡിഗ്രി നിൻ്റെ രാജ്യത്ത് കൊണ്ടുപോകും, നിൻ്റെ ഇവിടെ വരുമ്പോൾ ഓക്സൺ എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അവന് കാംബ്രിഡ്ജിൽ നിന്ന് പഠിച്ചു വന്നതാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന് പറയുമ്പോഴേക്കും ഈ പാവങ്ങളെല്ലാം വരണ്ട് നിൽക്കും. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി വായിച്ചിട്ട് ഇന്നിപ്പോൾ ആരെങ്കിലും ലോകചരിത്രം പഠിക്കുന്നുണ്ടോ? അതിനെ പറ്റിയതല്ലെന്ന് എല്ലാവർക്കും അറിയാം. പാഠപുസ്തകങ്ങളിൽ പോലും പഠിപ്പിക്കുന്നു. ഡിസ്കവറി ഓഫ് ഇന്ത്യയോ? നിങ്ങൾ അടുത്ത് നോക്ക്. ഇനി വേറൊന്നുണ്ട്, ഞങ്ങളൊക്കെ വിദ്യാർത്ഥികളായിരുന്ന സമയത്ത് നിർബന്ധപൂർവ്വം വായിക്കണമെന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അധ്യാപകർ പറഞ്ഞു തന്നിട്ടുള്ളൊരു പുസ്തകമാണ് ഷോർട്ട് ഹിസ്റ്ററി ഓഫ് ദ വേൾഡ്, H.G. വെൽസിൻ്റെ. ഇന്നിപ്പോൾ ആരെങ്കിലും വായിക്കുന്നുണ്ടോ? കാരണം അതൊന്നുമല്ല ലോക ചരിത്രമെന്നും അതൊന്നുമല്ല ചരിത്രത്തിൻ്റെ ഗതികളെന്നും ഇന്ന് സമർത്ഥിക്കപ്പെട്ട് കഴിഞ്ഞു, പ്രൂവ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ആ സമയത്താണ് നമ്മൾ അംബേദ്കറെ കുറിച്ച് മനസ്സിലാക്കുന്നത്. ആ അംബേദ്കർക്ക് ഒരു സ്മാരകം ഉണ്ടാകാനും ആ അംബേദ്കർക്ക് വേണ്ട ഇനി സത്യത്തിൽ ഒരു ഗാന്ധിയനായിരുന്നെങ്കിൽ ആദ്യത്തെ ഭാരതരത്ന കൊടുക്കേണ്ടത് അംബേദ്കർക്കല്ല. തീർച്ചയായും ആദ്യത്തെ ഭാരതരത്ന. അതിന് പകരം എന്താ ചെയ്തത്? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, the Prime Minister of India, who headed the cabinet, decided to confer Bharata Ratna on Pandit Jawaharlal Nehru and requested him to accept it. Pandit Jawaharlal Nehru generously accepted the recommendation of Pandit Jawaharlal Nehru and he to confer Bharata Ratna on him. ഞാൻ എന്നോടുള്ള ബഹുമാനം കൊണ്ട് ഞാൻ തന്നെ എണീറ്റ് നിന്നു. അല്ല, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ക്യാബിനറ്റിലിരുന്നുകൊണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്ന കൊടുക്കാൻ തീരുമാനിക്കുകയും അത് സ്വീകരിക്കണമെന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനോട് അപേക്ഷിക്കുകയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഔദാര്യത്തോടു കൂടി ആ അപേക്ഷ സ്വീകരിച്ച് ഭാരതരത്ന എടുക്കുകയും ചെയ്തു. ഉളുപ്പുണ്ടായിരുന്നില്ല. അത് മകളും ചെയ്തല്ലോ. മകൾ പിന്നീടാണ് ചെയ്തത്. അച്ഛൻ ചെയ്തതുകൊണ്ട് മകളും ചെയ്തു എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇതാണ് ഇവരുടെ അവസ്ഥ. ഇനി ഏറ്റവും കൂടുതൽ പുസ്തകം നിരോധിച്ച ആളല്ലേ അതെ നെഹ്റു. നെഹ്റുവിനെ കുറിച്ചൊരു പുസ്തകമുണ്ട്, അത് നിരോധിച്ചു. 8 days ഇൻ്റർലൂഡ് നെഹ്റുവിൻ്റെ അറസ്റ്റിനെ കുറിച്ചാണ്.
നെഹ്റൂസ് അറസ്റ്റ് ഇൻ 1930. 1930 നെഹ്റുവിനുണ്ടായ അറസ്റ്റിനെ കുറിച്ച് എഴുതിയ പുസ്തകം നെഹ്റു നിരോധിച്ചു. 9 Hours to രാമ നിരോധിച്ചു. രാമായണ റീടോൾഡ് നിരോധിച്ചു. ഇങ്ങനെ 16 പുസ്തകങ്ങൾ നിരോധിച്ച ജനാധിപത്യവാദിയാണ് നെഹ്റു. അതിലും പല പുസ്തകങ്ങളും ഇപ്പോഴും ലഭ്യമല്ല. കുറേയൊക്കെ പോയി എന്നോണ്. പക്ഷെ എനിക്കതില്ലെന്ന് അങ്ങേര് ജനാധിപത്യം കണ്ടുപിടിച്ച ആളാണെന്ന് പറയുമ്പോഴേ നമുക്ക് അഭിപ്രായ വ്യത്യാസമുള്ളൂ. അല്ലാതെ ഒരു ഭരണാധികാരി എന്ന നിലക്ക് ജനാധിപത്യ വിരുദ്ധമായ തീരുമാനങ്ങളോ അദ്ദേഹം എടുത്തു എന്ന് പറഞ്ഞാൽ പോരെ, എന്താ കുഴപ്പം? അങ്ങനെയല്ല. അദ്ദേഹം അത് ഒരു മലയാളിക്ക് അതിനകത്ത് വലിയ പങ്കുണ്ട്, പറയാതിരിക്കാൻ നിർവാഹമില്ല. അത് കാർട്ടൂണിസ്റ്റ് ശങ്കരനാണ്. കാർട്ടൂണിസ്റ്റ് ഒന്നാമത് ഒരു കാർട്ടൂണിസ്റ്റിന് അധികാരത്തിലിരിക്കുന്നവരുമായിട്ടുള്ള ചങ്ങാത്തം നല്ല കാര്യമല്ല. കാരണം സ്വതന്ത്രമായ വിമർശനത്തിന് സൗഹൃദമാണ് ഏറ്റവും വലിയ സെൻസർ ബോർഡ്. സൗഹൃദം സെൻസർ ബോർഡായിട്ട് പ്രവർത്തിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ഇയാളെക്കുറിച്ചൊന്നും വരക്കാതിരുന്ന സമയത്ത് ഇയാൾ പോയിട്ട് എന്നെക്കുറിച്ച് വരക്കണം എന്ന് പറഞ്ഞത്, എന്നാവശ്യപ്പെട്ടത്. അത് ആ സിനിമയിൽ മറ്റേ ശ്രീനിവാസൻ പറയുന്നില്ലേ, എന്നെ അറസ്റ്റ് ചെയ്യൂ, എന്നെ അറസ്റ്റ് ചെയ്യൂ, എന്നെ അറസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ രീതിയിലല്ലേ ഇങ്ങനെ പറഞ്ഞത്. അതെ അതെ, ഇത് മഹത്താണ് എന്ന് ശങ്കർ പറയുകയും ശങ്കർ മഹാനാണെന്ന് തെറ്റിദ്ധരിച്ചിരുന്ന എല്ലാ കാർട്ടൂണിസ്റ്റുകളും ഇത് മഹത്താണ് എന്ന് പറയുകയും, കാരണം പിന്നീട് അവർക്ക് ആർക്കും ഇതുപോലെ ഈ പ്രൈം മിനിസ്റ്ററുമായിട്ടൊരു അടുപ്പം കിട്ടിയില്ല എന്നോർത്ത് ദുഃഖിക്കുകയും ചെയ്തു എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാനായിട്ട്. അല്ല, ഞാൻ പെട്ടെന്ന് സാറ് ഇപ്പോൾ ഒരു മലയാളി ഉത്തരവാദി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വി കെ കൃഷ്ണമേനോനെ ഓർത്തത്. വി കെ കൃഷ്ണമേനോൻ വളരെ കൂടുതലുണ്ട്. ഒന്നാമത്തെ കാര്യം, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എൻ്റെ സുനിലെ, 18 മണിക്കൂർ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഒരാൾ പ്രസംഗിച്ചു എന്ന് പറഞ്ഞാൽ അയാൾ ഈസ് നോട്ട് ആൻ എഫക്റ്റീവ് സ്പീക്കർ. കാശ്മീർ പ്രശ്നത്തെക്കുറിച്ച് 1 മണിക്കൂർ കൊണ്ടോ 1.5 മണിക്കൂർ കൊണ്ടോ സംക്ഷിപ്തമായി ഈ വിഷയം അവതരിപ്പിക്കാൻ കെൽപ്പില്ലാത്ത ഒരാൾ ഒരിക്കലും നല്ല പ്രഭാഷകനല്ല. 18 മനുഷ്യർക്ക് വേറെ പണിയില്ലേ 18 മണിക്കൂർ ഇയാളുടെ, അല്ലെങ്കിൽ 8 മണിക്കൂറോ 18 മണിക്കൂർ ഇയാളുടെ പ്രസംഗം കേട്ടിരിക്കാനായിട്ട്? എന്നിട്ട് അത് മഹത്താണെന്ന് പറഞ്ഞു കളഞ്ഞൂടാ. 18 മണിക്കൂർ പ്രസംഗിച്ചു. 18 മണിക്കൂറാണ് അദ്ദേഹം ബിസ്ക്കറ്റും ചായയും ഇയാൾ എന്തെങ്കിലും കഴിക്കട്ടെ എന്ന്. ഇത് ആർക്ക് എന്ത് താല്പര്യം? എന്തെങ്കിലും കഴിക്കട്ടെ. 1.5 മണിക്കൂർ കൊണ്ട് കാശ്മീർ വിഷയം ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഈ ഐക്യരാഷ്ട്രസഭ പോലുള്ളൊരു സമിതിയിൽ അവതരിപ്പിക്കപ്പെട്ടിരുന്നെങ്കിൽ ആളുകൾക്കത് മനസ്സിലായാനേ. അതെ അതെ, ഇത് ഒരുത്തം 18 മണി നമുക്ക് പോവാം, ഉറങ്ങിയിട്ടൊക്കെ വരാമെന്ന് പറയും. 18 മണിക്കൂർ ആരെങ്കിലും ഇരുന്ന് ഇയാളുടെ പ്രസംഗം കേട്ടിരിക്കും, ഒറ്റ ആൾ കേട്ടിട്ടുണ്ടാവില്ല. അത് മഹത്താണ് എന്ന് പറയുന്നത്. അപ്പോൾ ആവശ്യത്തിലേറെ പ്രശംസിക്കപ്പെടുകയും ആവശ്യത്തിന് പോലും പ്രശംസ കിട്ടാതെ നെഹ്റു പ്രശംസിക്കപ്പെടുകയും ആവശ്യത്തിന് പോലും പ്രശംസ കിട്ടാതെ പോവുകയും ചെയ്ത ഒരാളാണ് അംബേദ്കർ എന്നാണ് ഈ ഭരണഘടനാ ശില്പിയെക്കുറിച്ച് നമുക്കിന്ന് ഓർമ്മിക്കാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.